ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, കാരണം വളരെ വലിയൊരു ആൻസറാണ് ഇത് വരാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് യു ഇൻറ്റു വി ഫോമിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ലോഗരിതം ഓർ ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ, യു ഇൻറ്റു വി ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഓർഡർ മാറ്റിയിട്ട് അത് ഫസ്റ്റ് ഫങ്ഷൻ ആക്കണം. ഇങ്ങനെ എഴുതണം. എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാലും സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ. ശ്രദ്ധിക്കണം, സൈൻ ഇൻവേഴ്സും ലോഗൊക്കെ വന്നാൽ അത് ഓർഡർ മാറ്റിയിട്ട് അത് ഫസ്റ്റ് ഫങ്ഷനാക്കി കീപ്പ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. യു ഇൻറ്റു വി ആണ്. എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്? ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ്റ്റ് 1 ആണല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ്റ്റ് 1 + 1 / 1 + 1. ശരിയായില്ലേ നോക്കിയേ? ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, എക്സ് റേസ്റ്റ് 1 ഇൻ്റഗ്രൽ എഴുതി, മൈനസ് ഇൻ്റഗ്രൽ ഓഫ്. എന്നിട്ട് ഇനി എന്ത് എഴുതണമെന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റത്തെ ബ്രാക്കറ്റിനകത്ത് എന്താണോ ഇരിക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. ഫസ്റ്റത്തെ ബ്രാക്കറ്റിനകത്ത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/√(1 - x²). എന്നിട്ട് സെക്കൻഡ് ബ്രാക്കറ്റ് എന്താണോ അത് അതേപോലെ തന്നെ എഴുതാം. സെക്കൻഡ് ബ്രാക്കറ്റിനുള്ളിലുള്ളത് x²/2 ആണ്, അത് അതേപോലെ തന്നെ എഴുതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ x²/2 സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ്, ഇവിടെ ഒരു 1/2 കാണുന്നുണ്ടോ? നമുക്കത് പുറത്തോട്ട് എടുക്കാം. ഇൻ്റഗ്രൽ x² ഡിവൈഡഡ് ബൈ √(1 - x² dx. ഇതും ക്ലിയർ ആയല്ലോ. ഒന്നും കൂടി എഴുതട്ടെ. x²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ p/q ഫോമിലുള്ളൊരു ഇൻ്റഗ്രൽ വിത്ത് ഓർ വിത്തൗട്ട് സ്ക്വയർ റൂട്ട്. നമ്മൾ ന്യൂമറേറ്ററിൽ x² എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് അല്ലേ? ഡിനോമിനേറ്ററിൽ 1 - x² എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. x² 1 - x² വളരെ അടുത്തടുത്താണ്. റൂട്ട് പ്രശ്നമില്ല, റൂട്ട് അവിടെ ഇരിക്കട്ടെ, റൂട്ട് ഞാനിപ്പോൾ നോക്കുന്നില്ല. x² 1 - x² വളരെ അടുത്തടുത്തുള്ള രണ്ട് നമ്പറുകളാണ്, രണ്ട് എക്സ്പ്രഷൻസുകളാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വളരെ അടുത്തടുത്താണ് എങ്കിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ന്യൂമറേറ്റർ ആ 1 - x² ടേമിൽ എഴുതിയാൽ മതി. അവിടെ റൂട്ട് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ റൂട്ട് നോക്കുന്നില്ല. x² ആ 1 - x² ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമാണ്. x² 1 - x² അല്ലേ, വളരെ അടുത്തടുത്ത് വരുന്ന എക്സ്പ്രഷൻസുകളാണല്ലോ. ഞാൻ എഴുതി കാണിച്ചു തരാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ന്യൂമറേറ്ററുള്ള x² 1 - 1 - x² എന്ന് എഴുതിയാൽ തെറ്റ് വല്ലതുണ്ടോ നോക്കിയേ. x² 1 - 1 - x² എന്ന് എഴുതിയാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഓപ്പൺ ചെയ്തു നോക്കിക്കോ. 1 - 1 വെട്ടിപ്പോയി. -(-x²) + x² ആയില്ലേ? എന്തിനാണ് അപ്പോൾ ഇങ്ങനെ എഴുതിയത്? കാരണം ഡിനോമിനേറ്ററിലുള്ള എക്സ്പ്രഷൻ 1 - x² ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലുള്ള എക്സ്പ്രഷൻ്റെ ടേമിൽ എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ റൂട്ട് ഉണ്ടായാലും ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്പ്ലിറ്റിംഗ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഇൻ്റഗ്രേഷനിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലുള്ള എക്സ്പ്രഷൻസും വളരെ അടുത്താണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ ടേമിൽ എഴുതാം, സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇത് കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. x²/2 സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ബ്രാക്കറ്റ് ഇൻ്റഗ്രൽ ഓഫ് 1/2 ഇൻറ്റു നമുക്ക് ബ്രാക്കറ്റ് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം അല്ലേ. ഇൻ്റഗ്രൽ ഓഫ്, ഇൻ്റഗ്രലിനുള്ളിൽ രണ്ട് ടേമായിട്ട് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തോട്ടെ. ഫസ്റ്റ് ടേം 1ഉം സെക്കൻഡ് ടേം 1 - x². ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ
അതായത് 1/√(1 - x²) മൈനസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ 1 - x² √(1 - x²) 1 - x² √(1 - x²) dx. സ്പ്ലിറ്റിംഗ് ചെയ്തത് ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ മൈനസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ. നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ ഒന്നുകൂടി x²/2 സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഒരു സ്റ്റെപ്പും കൂടി എഴുതട്ടെ 1/√(1 - x² മൈനസ് 1 - x² √(1 - x² എന്ന് പറയുമ്പോൾ ഒരു √(1 - x² വെട്ടിപ്പോവില്ലേ അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3/√3 നമ്മൾ √3 എന്ന് എഴുതാറില്ലേ. 5/√5 വെട്ടിച്ചെറുതാക്കിയിട്ട് √5 എന്ന് എഴുതാറില്ലേ അല്ലേ. അതേപോലെ തന്നെ 1 - x² √(1 - x² എന്ന് പറയുമ്പോൾ ഒരു √(1 - x² വെട്ടിപ്പോയിട്ട് ന്യൂമറേറ്ററിൽ √(1 - x² വരും dx. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടിയും ബാക്ക് അടിച്ചിട്ട് കേൾക്കാം. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാണ്. സ്പെഷ്യൽ ഇൻ്റഗ്രൽ വേണ്ടി വരും. ഇവിടെ 1നെ നമുക്ക് 1² എന്നാക്കാം, ഇവിടെ 1നെ 1² എന്നാക്കാം. രണ്ട് സ്പെഷ്യൽ ഇൻ്റഗ്രൽ രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് സ്പെഷ്യൽ ഇൻ്റഗ്രൽ ഒന്ന് ഏതാണെന്ന് അറിയാമോ? 1/√(a² - x² ആണ്. ഇങ്ങനൊരു സ്പെഷ്യൽ ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ട്. രണ്ടെണ്ണം നമുക്ക് യൂസ് ചെയ്യാനുണ്ട് ഇവിടെ. 1/√(a² - x² ഇൻ്റഗ്രൽ ഓർക്കുന്നുണ്ടല്ലോ, സൈൻ ഇൻവേഴ്സ് x/a + c ആണ്. ഇങ്ങനൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. കൂടാതെ വേറൊരെണ്ണം കൂടിയും പഠിച്ചിട്ടുണ്ട്, ഇൻ്റഗ്രൽ √(a² - x². ഇവിടെ ആവശ്യം വരുന്നുണ്ട്. അതെ, ഓർക്കുന്നുണ്ടോ? നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടില്ല എന്ന് മാത്രം. പക്ഷെ ഇത് അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷനിൽ ഈ ഫോർമുല നല്ലപോലെ വരുന്നുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. √(a² - x² ഇൻ്റഗ്രൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ വലിയൊരു ആൻസർ ആയിരുന്നു. x/2 ഇൻറ്റു √(a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c. ഈ രണ്ട് ഫോർമുലാസ് അവിടെ ഉപയോഗിച്ച ആൻസറായി. ആൻസർ വളരെ വലിയ ആൻസറാണ്. കാര്യമായിട്ട് സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ x²/2 സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ബ്രാക്കറ്റ് 1/√(a² - x². ഫസ്റ്റ് വൺ ശരിയല്ലേ? 1/√(a² - x². സൈൻ ഇൻവേഴ്സ് x/a സൈൻ ഇൻവേഴ്സ് x/1. എക്ക് പകരം 1 ആണ്. മൈനസ് പിന്നെ ഒരു കേളി ബ്രാക്കറ്റ് ഇട്ട് വെച്ചേക്കാം. കാരണം മൈനസ് കഴിഞ്ഞിട്ട് ഇത് എഴുതാൻ കുറച്ചുണ്ട്. √(a² - x² അല്ലേ ഇത്? ഈ ഫോർമുല അല്ലേ ഞാൻ യൂസ് ചെയ്യേണ്ടത്? √(a² - x² എന്ന് പറയുമ്പോൾ x/2 ഇൻറ്റു √(1² - x² പ്ലസ് a²/2 1²/2 സൈൻ ഇൻവേഴ്സ് x/1. ശരിയല്ലേ? നോക്കിയേ, √(a² - x² x/2 √(a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/1. ഞാൻ ഒത്തിരി സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നില്ല. ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ നടക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. x²/2 സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു ബ്രാക്കറ്റ്. ഇവിടെ ഒരു സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. മൈനസ് ഈ മൈനസ് നമുക്ക് വേണമെങ്കിൽ ഇനി ഉള്ളിലോട്ട് എടുത്താലോ? ഈ മൈനസ് ഉള്ളിലോട്ട് പൊക്കോട്ടെ. മൈനസ് x/2 ഇൻറ്റു √(1 - x². ഈ മൈനസ് എഗെയിൻ ഉള്ളിലോട്ട് പോയല്ലോ. മൈനസ് 1/2 സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി.
അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി വേണമെങ്കിൽ ഇവിടെ എഴുതി ചേർത്തേക്കാം. എക്സ് സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ്, ഞാനൊരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സൈൻ ഇൻവേഴ്സ് എക്സും 1/2 മൈനസ് 1/2 സൈൻ ഇൻവേഴ്സ് എക്സും, ലൈക്ക് എ മൈനസ് എ ബൈ 2 എന്ന് പറയുന്ന പോലെ അല്ലേ, എ മൈനസ് എ ബൈ 2 എന്ന് പറയുന്ന പോലെ, എ മൈനസ് എ ബൈ 2 എ ബൈ 2 അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ അത് എ മൈനസ് എ ബൈ 2 എഴുതുന്ന പോലെ എഴുതുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 ആയി. സ്റ്റെപ്പ് കുറച്ച് കുറയ്ക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്തപ്പോൾ 1/2 സൈൻ ഇൻവേഴ്സ് എക്സ് ആയല്ലോ. നിങ്ങൾ വേണമെങ്കിൽ ആ സ്റ്റെപ്പ് എഴുതിക്കോ. 1/2 സൈൻ ഇൻവേഴ്സ് എക്സ് ആയല്ലോ. ഈ പുറത്തുള്ള മൈനസ് ആ ഫുള്ളിലോട്ട് പോവുകയാണല്ലോ. അപ്പോൾ മൈനസ് 1/2 ഇൻറ്റു 1/2 സൈൻ ഇൻവേഴ്സ്, മൈനസ് 1/2 ഇൻറ്റു 1/2 സൈൻ ഇൻവേഴ്സ്, മൈനസ് 1/4 സൈൻ ഇൻവേഴ്സ് എക്സ്, മൈനസ് 1/2 ഇൻറ്റു മൈനസ് എക്സ് ബൈ 2 റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് 1/2 ഇൻറ്റു മൈനസ് എക്സ് ബൈ 2 എന്ന് പറയുമ്പോൾ എക്സ് ബൈ 4 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ ശരിയല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇത് രണ്ടും സിംപ്ലിഫൈ ചെയ്തു, മൈനസ് 1/2 ഉള്ളിലോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്.